നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. മൂന്നാറിൽ അരുവിക്കാട് 100 വർഷം പഴക്കമുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെയും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളുടെയും ഞങ്ങളുടെ താമസത്തിൻ്റെയും വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ 2ാം ഭാഗമാണ് ഇന്നുള്ളത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇന്ന് മാർച്ച് മാസം 4, എൻ്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ്, അതും 60ാം ബർത്ത്ഡേ. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ജീവിതത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സും ചില കാഴ്ചകളുമൊക്കെയാണ് ഈ അരുവിക്കാട് ടീ എസ്റ്റേറ്റിലും എസ്റ്റേറ്റിൻ്റെ ചുറ്റുവട്ടത്തും നമ്മളെ കാത്തിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ വളരെ ശക്തമായ കാറ്റായിരുന്നു അവിടെ, അതും നല്ല തണുത്ത കാറ്റ്. രാവിലെ ഈ കാറ്റേറ്റ് ഒന്ന് പുറത്തുകൂടെ നടക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ലക്ഷ്യം. അതിനു മുമ്പ് ഒരു ചെറിയ കട്ടൻ ചായ കുടിച്ചിട്ടാവാം എല്ലാവരെയും വിളിച്ചുണർത്തി, ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചുണർത്തി കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്കൊരു നടപ്പിന് പോകുന്നതായിരിക്കും ഭംഗി, അല്ലേ? അതായത് ബംഗ്ലാവിൻ്റെ പിറകുവശത്തായി ഒരു കുളമുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, എങ്കിലും ആ കുളത്തിന് ചുറ്റും നല്ല കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ആ കാഴ്ചകളും ഒന്ന് കാണാം. ചുറ്റുവട്ടത്തൊന്നും ഒരു മനുഷ്യരുമില്ലാതെ അതിവിശാലമായി തേയിലത്തോട്ടത്തിന് നടുക്ക് ഈ തണുത്ത കാറ്റേറ്റ് ഇങ്ങനെ തനിയെ നടക്കുമ്പോൾ എന്താ ഒരു ഫീലിങ്, അല്ലേ? ഇത് അരുവിക്കാട് ബംഗ്ലാവിൻ്റെ സ്വീകരണ മുറിയാണ്. സ്വീകരണ മുറിയിൽ ആയിരിക്കുന്നത് എൻ്റെ മോളാണ്, മോള് സ്വാതി. ഈ കിടന്നുറങ്ങുന്നത് എൻ്റെ മോനാണ് ശിവ. ഈ ചായയുമായിട്ട് വരുന്നത് എൻ്റെ ഭാര്യയാണ് രാധിക. ചായ ഉണ്ടാക്കിയത് രാധികയല്ല കേട്ടോ, ഇവിടുത്തെ കെയർടേക്കർ ജീവയാണ്. എടുത്തുകൊണ്ട് വന്നത് രാധികയാണെന്ന് മാത്രം. തുടക്കത്തിൽ തന്നെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ ചെറിയ ആഘോഷം തുടങ്ങി. തലയിലൊരു കിരീടമൊക്കെ വെച്ച് തന്നു. 60ാം പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ്, ആദ്യത്തെ ഗിഫ്റ്റ് എനിക്ക് തരികയാണ്. ഈ ഗിഫ്റ്റ് കണ്ടിട്ട് ഈ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മറ്റൊന്നുമല്ല, അച്ഛൻ അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്ന ആളായതുകൊണ്ട് ഒരു ബാർ എക്യുപ്മെൻ്റ് ഒരു ബാഗാണ് തന്നിരിക്കുന്നത്. മക്കൾ പൊളിയല്ലേ? ഇനി നമുക്ക് ബംഗ്ലാവിൻ്റെ പുറത്ത് ഞാൻ മുമ്പേ പറഞ്ഞ ലേക്കിലേക്ക്, ചെറിയൊരു കുളമാണ്, മഴക്കാലത്ത് അത് വിശാലമാവും, ചെറിയൊരു കുളത്തിലേക്ക് പോകാം. പുറത്ത് ഇപ്പോഴും അതിശക്തമായ കാറ്റാണ്, തണുത്ത കാറ്റാണ്, ചെവിയൊക്കെ അടഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കാറ്റാണ്. സമയം ഇപ്പം ഏതാണ്ട് 8:30. മലഞ്ചെരുവിൽ സൂര്യനെ പതിയെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. തേയിലത്തോട്ടത്തിനകത്തൂടെ തന്നെയാണ് നമ്മൾ ഈ കുളത്തിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ്, ആ ചെറിയ പൊട്ടുപോലെ കാണുന്നതാണ് കുളം. ആ കുളത്തിന് ചുറ്റും
നല്ല കാഴ്ചകളുണ്ട്, കാണിക്കാം, വന്നോളൂ. ഈ കിടക്കുന്നത് കണ്ടോ, ഇത് ഏതോ കാട്ടുമൃഗത്തിൻ്റെ മ്ലാവാണെന്ന് തോന്നുന്നു. അതിൻ്റെ അസ്ഥികൂടമാണ് അവിടെ കിടക്കുന്നത്. കഴിഞ്ഞ വേനൽക്കോ കഴിഞ്ഞ മഴക്കാലത്തോ ഇവിടെ വന്ന് മരിച്ചതാകും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ 2 or 3 തലയോട്ടികൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. മഴക്കാലത്ത് ഈ പ്രദേശം ഇത്രയും വിശാലമായ ഒരു 1/2 ഏക്കറോളം സ്ഥലം കാണുമെന്ന് തോന്നുന്നു. അത്ര വലിപ്പമുള്ള കുളമാണ്. അത് നിറയെ വെള്ളമുണ്ടാകാറുണ്ട്. ഒരുപാട് കാട്ടുമൃഗങ്ങൾ വരുന്ന സ്ഥലമാണെന്നാണ് ജീവ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിക്കണം. രാത്രിയായാൽ പുറത്ത് ഇറങ്ങരുത്. വീടിൻ്റെ അല്ലെങ്കിൽ ബംഗ്ലാവിൻ്റെ ചുറ്റുമുള്ള ലൈറ്റൊക്കെ രാത്രിയിൽ ഇടരുത് എന്നൊക്കെ അദ്ദേഹം നിർദ്ദേശം തന്നിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് സൈഡാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ബംഗ്ലാവിലെ തൊഴിലാളികളുടെ ലയങ്ങൾ കാണാൻ പറ്റും. പല നിറത്തിലുള്ള പെയിൻറ്റുകൾ അടിച്ച ലയങ്ങൾ. നല്ല കാറ്റ് ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ തിരിച്ച് വന്ന വഴിയിലൂടെ അല്ലാതെ എളുപ്പ വഴിയിൽ ബംഗ്ലാവിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. വഴിയിൽ ഇച്ചിരി ഉറവയൊക്കെ ഉള്ളതിൻ്റെ ഒരു ചെളിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഞങ്ങൾ ഈ തേയിലയുടെ ഇടയിലൂടെ ഈ ബംഗ്ലാവിലേക്ക് കയറാനുള്ള എളുപ്പ വഴിയിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ കണ്ട അരുവിക്കാട് വാട്ടർഫോൾസിനേക്കാളും ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കുളവും. ആ കുളത്തിന് ചുറ്റും അവിടെ കിടക്കുന്ന മൃഗങ്ങളുടെ അസ്ഥികൂടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ അതിശക്തമായ കാറ്റിപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ അപ്പുട്ടാ, ദാറ്റ് സ്റ്റൈലിഷടാ, സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നവരെ ഞങ്ങൾ 9 മണിക്ക് മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണ്ട് 9 മണി ആകാറായിട്ടുണ്ട്. കെയർ ടേക്കർ ജീവ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ വിളിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെറിയ വീണ്ടും ഒരു ബർത്ത്ഡേ ആഘോഷമുണ്ട്.
അത് കഴിഞ്ഞ് 11 മണിയാകുമ്പോഴത്തേനും തിരിച്ചു പോകാനുള്ള സഹായരാജിൻ്റെ ജീപ്പ് എത്തും. അതുവരെ ഈ കാലാവസ്ഥയും ഈ ബംഗ്ലാവും ഒക്കെ ആസ്വദിക്കാം. അതൊക്കെ വരും. അതെ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡും ജാമും ഇടിയപ്പവും മുട്ടക്കറിയും ചായയും. അങ്ങനെ 1965 മോഡലായിട്ടുള്ള ഞാൻ ബർത്ത്ഡേക്ക് മക്കളും ഭാര്യയും വാങ്ങി തന്ന ലെജൻഡ്സ് ഓഫ് 1965 ടീഷർട്ടൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിലാണ്. വാവ്, ബർത്ത്ഡേയുടെ പ്രധാന ആഘോഷമായ കേക്ക് കിട്ടി. സ്പെഷ്യൽ കേക്കൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ബംഗ്ലാവിൻ്റെ മുറികൾ പരിചയപ്പെടുത്താം. ഇതൊരു ബെഡ്റൂമാണ്. എസ്റ്റേറ്റ് ബംഗ്ലാവിന് 2 ബെഡ്റൂമാണുള്ളത്. ഒരു ഡ്രോയിങ് റൂമും ഒരു ഡൈനിങ് റൂമും ഒരു കിച്ചണും. ഇത് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റും ബാത്റൂമുമാണ്. വളരെ വിശാലമാണ്, എന്നാലും പഴക്കം തോന്നുന്നു. അത്ര പുതുമയുള്ളത് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇത്രയും പഴയ ബംഗ്ലാവാണല്ലോ. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇതിൻ്റെയും ടോയ്ലറ്റ് വളരെ വിശാലമാണ്, പക്ഷേ ഒരല്പം വൃത്തിക്കുറവുണ്ട്. പഴമയുടേതായിട്ടുള്ള ചില വൃത്തിക്കുറവ് ഉണ്ട്. വാട്ടർ ഹീറ്ററുണ്ട്. ഇതാണ് ഡൈനിങ് റൂം. ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് കട്ടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വൈഫൈ ഉണ്ട്, അതുകൊണ്ട് നെറ്റിൻ്റെ പ്രശ്നങ്ങളില്ല. ഇതാണ് ഇതിൻ്റെ ഡ്രോയിങ് റൂം. വളരെ പഴയ ഫർണിച്ചറുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ ഫ്രഞ്ച് വിൻഡോയാണ്. കാല് വെളിയിലേക്കിട്ട് സുഖമായിട്ടിരിക്കാം, കാഴ്ചകളെ കാണാൻ, കാറ്റ് ആസ്വദിക്കാം, തണുപ്പ് ആസ്വദിക്കാം. നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട സമയം ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിയാകുമ്പോഴത്തേനും സഹായരാജിൻ്റെ ജീപ്പ് വരും. അപ്പോഴത്തേനും ഞങ്ങൾ പാക്കിംഗ് എല്ലാം നേരത്തെ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത് കോറിഡോറ്. ഇവിടെയാണ് കിച്ചണും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ളത്.
കട്ട്ലറി സെറ്റ് എല്ലാം ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സമയം 11 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് പോകാനുള്ള സഹായരാജൻ്റെ വണ്ടി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഒരു ചായയോ കുടിച്ചിരിക്കുകയാണ്. ഇതാണ് ജീവ, ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ കെയർടേക്കർ. വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്ത് സഹായത്തിനുമുണ്ട്. അദ്ദേഹം ഈ ചുറ്റുവട്ടത്തെ കാലാവസ്ഥ ആദ്യമായിട്ടാണ് ഇത്രയും കാറ്റ് രാവിലെ ഇവിടെ വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് പോലും ഇവിടെ ആനകൾ വന്ന് ഇവിടുത്തെ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ചു പോലും. അതുപോലെ ഇന്നും പുതിയ ഗസ്റ്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എസ്റ്റേറ്റ് ബംഗ്ലാവിനോട് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു, ജീവിയോട് ഗുഡ് ബൈ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. സഹായരാജിൻ്റെ ജീപ്പിൽ ആടിക്കുലിഞ്ഞ് ഞങ്ങൾ താഴേക്ക്. സഹായരാജ് പറഞ്ഞു, നമ്മൾ വണ്ടി ഞങ്ങളുടെ കാറ് മൂടിയിട്ടിരുന്ന കവറൊക്കെ ഇന്നലത്തെ കാറ്റത്ത് പറന്നു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അവിടെ ചുറ്റും CCTV ഇതൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് സേഫായിട്ട് കിടപ്പുണ്ട്. ഇതാണ് അതിൻ്റെ മൂടിയൊക്കെ പറന്നു പോയിരിക്കുന്നത്. അങ്ങനെ ജീപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ നമ്മുടെ കാറിലേക്ക് കയറ്റി വെച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു അനുഭവം സമ്മാനിച്ച അരുവിക്കാട് എസ്റ്റേറ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.